ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഏത് നേരത്തും ഉണ്ടാക്കി കഴിക്കാവുന്ന ആവിയിൽ വേവിച്ചൊരു പലഹാരമാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു ഐറ്റം തന്നെ ആയിരിക്കും. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ ഇതിലേക്കൊരു മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഒരു ചെറിയ സവാളയും ചെറിയൊരു ക്യാരറ്റും 2-3 തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. കണ്ടോ, ഈ ഒരു രീതിയിൽ വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇതൊന്ന് തണുത്ത് വരട്ടെ. ഇത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഞാനിവിടെ പച്ചരി വെച്ചിട്ടുള്ള ബാറ്ററാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. 1 കപ്പ് പച്ചരി 4 മണിക്കൂർ നേരം കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ കഴുകി ഊറ്റിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് ചോറാണ്. നമ്മൾ കഴിക്കാനെടുക്കുന്ന ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഒരു കോഴിമുട്ട കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം കേട്ടോ. അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തത്. കണ്ടോ, നമ്മളിപ്പോൾ ഇത് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. കണ്ടോ, ദോശമാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിലാണ് മാവുള്ളത്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ വഴറ്റി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടില്ലേ, അത് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് 1/2 ടീസ്പൂൺ വീതം കറുത്ത എള്ളും ചെറിയ ജീരകവും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. എന്നിട്ടിത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് ആവിയിലാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ ഞാനിതുപോലൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ കുറച്ച് നെയ്യ് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ മാവ് ഒഴിച്ചിട്ട് നമുക്കിത് ആവി കയറ്റിയെടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആവി കയറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീമറിലേക്ക് വെച്ചിട്ടൊരു 15 മിനിറ്റ് ഇതൊന്ന് ആവി കയറ്റിയെടുക്കുകയാണ്. അപ്പോഴേക്കും ഇത് നല്ല പോലെ വെന്ത് വരും. ഇത് വെന്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് തണുത്ത് വരണം. തണുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഈ പാത്രത്തിൽ നിന്ന് കണ്ടോ സൈഡൊക്കെ വിട്ട് വരുന്നുണ്ട്. ഒരു ചട്ടുകം വെച്ചോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചോ ഇതുപോലെ ഒന്ന് വെടിവെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കഴിക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്. നമ്മൾ ചോറും തേങ്ങയും മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്, നല്ലൊരു സോഫ്റ്റ്നെസ്സും ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇതുപോലെ തന്നെ കഴിക്കാം. ഞാനിതൊരു മസാലയിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് കലക്കി എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നല്ല മസാല വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് കലക്കി എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഓൾറെഡി വെന്തതാണ്. ആ മസാല ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഈ മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് ജസ്റ്റ് ഒന്ന് മൊരിയിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്